ശ്രീ സായി സച്ചരിതം ഹേമദ് പാന്ത്. വിവർത്തനം ശ്രീ സായിദാസ്. അധ്യായം 46. ആടുകളുടെ പൂർവ്വകഥ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവ്വം അടിയൻ്റെ പ്രണാമം. മഹാപ്രഭോ സായീശ്വര, അവിടുത്തെ തൃപ്പാദ ദർശനം, അവിടുത്തെ ലീലാസ്മരണ എല്ലാം മഹാഭാഗ്യമാകുന്നു. ഇതുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് കർമ്മബന്ധത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയൂ. സായീശ്വര, അവിടുത്തെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാനാകുന്നില്ല. അവിടുന്ന് എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയുകയുമില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, അവിടുത്തെ സാമീപ്യം, സ്പർശനം ഞങ്ങൾ സദാ അനുഭവിക്കുന്നുണ്ട്. അദൃശ്യവും മൃദുലവും സൂക്ഷ്മവുമായ ചരടുകൊണ്ട് അവിടുന്ന് ഞങ്ങൾ ഭക്തന്മാരെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യാനുസരണം ഓരോരുത്തരെയും തൃപ്പാദത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. പ്രേമപൂർവ്വം ഞങ്ങളെ തലോടുന്നു, കെട്ടിപ്പിടിക്കുന്നു. അമ്മ കുഞ്ഞിനെ എന്ന പോലെ കാത്തുരക്ഷിക്കുന്നു. എത്ര അനായാസമാണ് അവിടുന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അവിടുന്ന് എവിടെയാണ് പ്രഭോ? എങ്ങനെയാണ് ഈ ചരട് വലിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ബാബ. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബുദ്ധിശക്തിയിലും പാണ്ഡിത്യത്തിലും നകളിക്കുന്നവർ സംസാരസാഗരമാകുന്ന ചെളിക്കുണ്ടിൽ പൊതിഞ്ഞു കിടക്കുകയാണ്. സരളമായ അവിടുത്തെ തൃപ്പാദത്തിൽ ശരണാഗതി നേടിയിട്ടുള്ള വിശ്വസ്ത ഭക്തന്മാരെ അവിടുന്ന് ചെളിക്കുണ്ടിൽ വീഴാതെ കാത്തുരക്ഷിക്കുന്നു. എന്നാലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടുന്ന് എനിക്കതിലൊട്ടും താല്പര്യമില്ല എന്ന ഭാവത്തിൽ അറിയാത്ത മട്ടിലിരിക്കുന്നു. എല്ലാം ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന ഭാവം പുലർത്തുന്നു. ഞങ്ങൾക്കൊരിക്കലും അവിടുത്തെ മനസ്സിലാക്കാനാവുന്നില്ല ബാബ. പ്രിയമുള്ളവരെ, ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാനാകൂ. ഈ ശരീരവും മനസ്സും വാക്കും ആ തൃപ്പാദങ്ങളിൽ പരിപൂർണം സമർപ്പിക്കുക. പിന്നെ നാവിലും ചുണ്ടിലും സദാ തിരുനാമം നിറയ്ക്കാം. അങ്ങനെ മാത്രമേ നമ്മിലെ പാപവും രജോ തമോ ഗുണവും ഇല്ലാതാക്കാൻ സാധിക്കൂ. ഇങ്ങനെ ചെയ്യാനായാൽ സാത്വിക ഗുണം വളരും, സത്യം പരിപോഷിപ്പിക്കപ്പെടും, ധാർമ്മികത മനസ്സിൽ നിറയും, പുണ്യം നേടാനാകും. ഈ അവസ്ഥയാണ് സദ്ഗുരുവിലുള്ള സമ്പൂർണ്ണ ശരണാഗതി. സായിപാദങ്ങളിൽ ശരണാഗതി നേടി എന്നുള്ളതിന് എന്താണ് തെളിവ്? അവൻ്റെ മനം ശാന്തിയും സന്തോഷവും കൊണ്ട് നിറയും. അവൻ ആനന്ദം അനുഭവിക്കും. ഇതുതന്നെ മുഖ്യമായ ശരിയായ തെളിവ്. പിന്നീട് അവന് ഭക്തിയും ജ്ഞാനവും ലഭിക്കും. അതിനു പുറമെ നിസ്സംഗത്വം, കീർത്തി, മോക്ഷം എന്നിവ വരുന്നു. സദ്ഗുരുവിൽ ഭക്തി നേടിയവന് ഒന്നിൻ്റെയും ഒരു കുറവും ഒരു കാലത്തും ഉണ്ടാകില്ല. വേണ്ടതെല്ലാം അവനെ തേടി വരും. സായിനാഥൻ ഒരുവനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയായാലും, രാപകൽ, ദേശത്തോ വിദേശത്തോ ദ്വീപിലോ എവിടെയായാലും അവനരികിൽ സായി ഉണ്ടാകും. ഭക്തൻ എവിടെ പോയാലും അതിനു മുമ്പേ അവിടെ ചെന്ന് അവന് ദർശനം നൽകാനായി അവിടുന്ന് ഒരുങ്ങി നിൽക്കും. അങ്ങനെയുള്ള ഒരു സുന്ദര സംഭവം പറയാം, കേൾക്കൂ. ഈ സംഭവം നടക്കുന്നത് കാക്കാ സാഹിബ് ദീക്ഷിത് ബാബയെ കണ്ടതിന് ശേഷം വലിയ താമസമില്ലാതെയാണ്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് ഉപനയനം നാഗപ്പൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഏതാണ്ട് ഈ സമയം തന്നെ നാനാ സാഹിബ് ചന്ദോർക്കറുടെ മൂത്ത മകൻ്റെ വിവാഹവും നിശ്ചയിക്കപ്പെട്ടു. ഇരുവരും മസ്ജിദിലെത്തി വിവരം ബാബയെ ധരിപ്പിച്ചു. മാത്രമല്ല അത്യധികം വിനയപൂർവ്വം ഇരുവരും ബാബയോട് ചടങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചു. ബാബ ഇരുവരോടും പറഞ്ഞു, നല്ലത്, ശ്യാമയെ കൂടെ ക്ഷണിച്ചുകൊള്ളൂ. കാക്കാ സാഹിബ് ബാബയുടെ കൽപ്പന കേട്ടെങ്കിലും ബാബ സ്വയം വരണമെന്ന് നിർബന്ധിച്ചു. സായിനാഥൻ ഒടുവിൽ പറഞ്ഞു, ശരി, കാശി പ്രയാഗയ്ക്ക് ശേഷം ഞാൻ ശ്യാമയേക്കാൾ മുമ്പേ അവിടെ എത്തിക്കൊള്ളാം. എൻ്റെ വരവ് ആർക്ക് തടസ്സപ്പെടുത്താനാകും? അങ്ങനെ ചടങ്ങുകളുടെ ദിവസമാകാറായപ്പോഴേക്കും ശ്യാമ സായീശ്വരൻ്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങി യാത്ര പുറപ്പെട്ടു. യാത്രക്കിടയിൽ കാശിയും പ്രയാഗവും ദർശിക്കാനുള്ള അനുവാദവും ശ്യാമ നേടിയിരുന്നു. ശ്യാമയുടെ തീർത്ഥാടന വാർത്ത കേട്ട് ധനികനായ അപ്പാക്കോട്ടയും കൂടി. അങ്ങനെ ഇരുവരും യാത്രയായി. അവർ ആദ്യം പോയത് നാഗ്പൂരിലേക്ക് ഉപനയനത്തിൽ പങ്കെടുക്കാൻ. അവിടുത്തെ പരിപാടികൾക്ക് ശേഷം യാത്ര പറഞ്ഞിറങ്ങവേ കാക്കാ സാഹിബ് ദീക്ഷിത് ശ്യാമയ്ക്ക് 200 രൂപ നൽകി. പിന്നീട് ശ്യാമയുടെ യാത്ര ഗാളിയോറിലേക്കായിരുന്നു. വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങവേ നാനാ സാഹിബ് 100 രൂപ നൽകി. വധൂപിതാവും 100 രൂപ നൽകി ശ്യാമയെ ആദരിച്ചു. അതിനുശേഷം ശ്യാമയും അപ്പാക്കോട്ടയും പ്രയാഗിലേക്ക് യാത്ര തിരിച്ചു. അവിടെ രാമനവമി ആഘോഷത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം അയോധ്യയ്ക്ക് പോയി. അയോധ്യയിൽ 21 ദിവസം ചെലവഴിച്ചു. കാശി വിശ്വനാഥനെ ഭജിച്ച് 2 മാസം കഴിച്ചുകൂട്ടി. പിന്നീട് അവർ ഗയയിലേക്ക് പോയി. തീവണ്ടിയിൽ വെച്ചാണ് ഗയയിൽ പ്ലേഗ് പടർന്നു പിടിച്ചിരിക്കുന്നുവെന്നറിഞ്ഞത്. അവർ വല്ലാതായി. എന്തു ചെയ്യും? തീവണ്ടി സ്റ്റേഷനിലെത്തിയത് രാത്രിയിൽ. അന്നവർ അവിടെ അടുത്തുള്ള ധർമ്മശാലയിൽ കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ ഒരു ഗയാവാല, തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നയാൾ വന്നു.
അയാൾ തിടുക്കം കൂട്ടി. വരൂ, വേഗം വരൂ, തീർത്ഥാടകരെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ശ്യാമ ആകെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം ഗയാവാലയോട് ചോദിച്ചു, താങ്കളുടെ സ്ഥലത്ത് രോഗബാധയുണ്ടോ? ഹേയ്, ഇല്ലേ ഇല്ല, ധൈര്യത്തോടെ വന്നുകൊള്ളൂ, താങ്കൾക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാം. അങ്ങനെ ഇരുവരും ഗയാവാലയുടെ കൂടെ പുറപ്പെട്ടു. അവർ താമസ സ്ഥലത്തെത്തി. വൃത്തിയുള്ള വിശാലമായ വീട്, നല്ല സൗകര്യങ്ങൾ. പൂമുഖത്ത് ചുമരിൽ ബാബയുടെ ചിത്രം തൂക്കിയിട്ടിരിക്കുന്നു. ആ ചിത്രം കണ്ടതും ശ്യാമ വല്ലാതായി. മിഴികൾ നിറഞ്ഞു, തൊണ്ടയിടറി, കൈകൾ അറിയാതെ കൂപ്പിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, ഇത്രയേറെ ദൂരത്ത് ബാബയുടെ ചിത്രം കാണുക അവിശ്വസനീയം തന്നെയായിരുന്നു. പ്രേമപരവശനായി ശ്യാമയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ആ പരമഭക്തൻ്റെ മനം മന്ത്രിച്ചു. എനിക്ക് മുമ്പേ എൻ്റെ അമ്മ, എൻ്റെ സായി മാത ഇവിടെ വന്നിരിക്കുന്നു. അതുകണ്ട് ഗയാവാല വല്ലാതായി. പ്ലേഗിനെ ഭയന്ന് ശ്യാമ കരയുന്നതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. ഗയാവാല ശ്യാമയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ ചോദിച്ചതൊന്നും ശ്യാമയുടെ ചെവിയിൽ കയറിയില്ല. വികാരാധീനായി ശ്യാമ തിരക്കി, ഈ പടം അങ്ങേക്ക് എവിടുന്ന് ലഭിച്ചു? ഗയാവാല ആ ചോദ്യം കേട്ട് 1-2 നിമിഷം മൗനിയായി. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ഗയാവാലയുടെ മുഖ്യ പരിപാടി. ഇതിനായി മാൻമഡിലും പൂന്താബിയിലുമൊക്കെയായി അയാൾക്ക് 300ഓളം ഏജന്റുമാരുണ്ടായിരുന്നു. ഇവരിൽ നിന്നാണ് ഷിർദിയിലെ സായിയെക്കുറിച്ച് ഗയാവാല കേൾക്കാനിടയായത്. അതോടെ സായി ദർശനം നടത്തി അനുഗ്രഹീതനാകണമെന്ന ആഗ്രഹവും വളർന്നു. താമസിയാതെ അതിനുള്ള ഭാഗ്യം ലഭിച്ചു. ബാബയെ കണ്ടു ദർശനം കഴിഞ്ഞപ്പോൾ സായിനാഥൻ്റെ ഒരു ചിത്രത്തിന് കൊതിയായി. അവിടെ ശ്യാമയുടെ ഭിത്തിയിൽ ഒരെണ്ണം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ഗയാവാല അത് ചോദിച്ചു. ശ്യാമ ബാബയുടെ അനുമതിയോടെ ചിത്രവും നൽകി. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ശ്യാമയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. തൻ്റെ സ്വന്തമായിരുന്ന ബാബയുടെ ചിത്രം 12 വർഷത്തിന് ശേഷം വീണ്ടും അസാധാരണ ചുറ്റുപാടിൽ താൻ തന്നെ ദർശിക്കുന്നു. ബാബ അതിനുള്ള കളമൊരുക്കുന്നു. തനിക്ക് ചിത്രം നൽകിയയാളും ബാബാ ദർശനം ഒരുക്കി തന്നയാളുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഗയാവാലയും ആഹ്ലാദത്തിലും വിസ്മയത്തിലുമായി. പിന്നീട് അങ്ങോട്ട് സൽക്കാരത്തിൻ്റെ തുടക്കമായിരുന്നു. ധനികനായ ഗയാവാല ഏത് വിധത്തിലാണ് ശ്യാമയെ സന്തോഷിപ്പിക്കേണ്ടത് എന്നറിയാതെ വിഷമിക്കുകയാണ്. സായിനാഥൻ്റെ പ്രിയപ്പെട്ട ശ്യാമയെ ഏത് വിധത്തിൽ സന്തുഷ്ടനാക്കാനും ഗയാവാല തയ്യാറായിരുന്നു. ശ്യാമയ്ക്കായി അദ്ദേഹം ആനപ്പുറത്ത് സവാരി ഒരുക്കി, പല്ലക്കിലേറ്റി ദേവാലയങ്ങളിൽ പോയി. അങ്ങനെ ആ പരമഭക്തനെ രാജകീയമായി ഗയാവാല സൽക്കരിച്ചു, ആദരിച്ചു. ബാബയുടെ സ്നേഹവും ദിവ്യലീലകളും ഓർത്ത് ശ്യാമ കണ്ണീരൊഴുക്കി. ഈ മഹത്തായ സായി ലീലയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാറുണ്ട്? സായിശ്വരൻ്റെ തിരുനാവിൽ നിന്നും വന്ന ഒരൊറ്റ വാക്കുപോലും പാഴ്വാക്കല്ല, അവ സത്യമായി തന്നെ ഭവിക്കും. മറ്റൊന്ന്, ഭക്തന്മാരിൽ അവിടുന്ന് ചൊരിയുന്ന അനന്തമായ കൃപയും പ്രേമവുമാണ്. ഭക്തജനക്ഷേമത്തിനായി അവിടുന്ന് എന്തിനും ഒരുക്കം. സായിശ്വരൻ്റെ പ്രേമപരിധിയിൽ സർവ്വജീവജാലങ്ങളുമുണ്ട്. ലണ്ടിയിൽ നിന്ന് മസ്ജിദിലേക്ക് മടങ്ങുമ്പോൾ ചിലപ്പോൾ വഴിയിൽ ആട്ടിൻപറ്റത്തെ കാണും. അവിടുന്ന് വാത്സല്യത്തോടെ അവയെ കണ്ണുകളാൽ ഒഴിയും. ചില സമയം പറ്റത്തിൽ നിന്നും 1-2 എണ്ണത്തിനെ തിരഞ്ഞെടുക്കും. ഉടമ ചോദിക്കുന്ന വില നൽകും. ഒരിക്കൽ ബാബ 32 രൂപ കൊടുത്ത് 2 ആടുകളെ വാങ്ങി. അത് കണ്ട് സമീപമുണ്ടായിരുന്നവർ ആശ്ചര്യപ്പെട്ടു. ഈ 2 ആടുകളെ തന്നോട് ചേർത്ത് നിർത്തി അവിടുന്ന് പ്രേമപൂർവ്വം തഴുകി. ഇതെല്ലാം കണ്ട് ഭക്തന്മാർ പലരും അത്ഭുതപ്പെട്ടു. കൂടി വന്നാൽ 3-4 രൂപ വിലമതിക്കുന്ന ആടുകളെ 32 രൂപ കൊടുത്ത് വാങ്ങിയത് തന്നെ പലർക്കും ഉൾക്കൊള്ളാനായില്ല. ശ്യാമയും താത്യയും ബാബയോട് ദേഷ്യത്തോടെ ചോദിക്കുകയും ചെയ്തു. 2 രൂപ വിലയുള്ള ഒരു ആടിന് എന്തിനവിടുന്ന് ഇത്രയേറെ വില കൊടുത്തു? കഷ്ടം! ഇതെന്താണ് അവിടുന്ന് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സായിനാഥൻ മൗനം പൂണ്ടതേയുള്ളൂ. ചോദ്യശരങ്ങൾ കൊണ്ട് ഭക്തന്മാർ ആക്രമണം തുടർന്നപ്പോൾ മനസ്ഥൈര്യം വിടാതെ ശാന്തമായി അവിടുന്ന് പറഞ്ഞു, ശ്യാമ, നിനക്കറിയില്ലേ, എനിക്കൊന്നുമേ ഇല്ലെന്നും ഒന്നുമേ തന്നെ വേണ്ടെന്നും. എനിക്ക് സ്വന്തമായി വീടോ പറമ്പോ ഇല്ല. പിന്നെന്തിന് ഞാൻ മറ്റു വിഭവങ്ങൾ ആഗ്രഹിക്കുന്നു? നീ ആദ്യം കടയിൽ പോയി ആവശ്യത്തിനുള്ള പയർ വാങ്ങി അവയെ തൃപ്തിയാവോളം തീറ്റു. പയറിനുള്ള പണം ഞാൻ തന്നെ നൽകാം. അതിനുശേഷം ഈ ആടുകളെ ഇടയന് തന്നെ മടക്കി കൊടുക്കൂ. നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട. ശ്യാമയും താത്തയും അവിടുത്തെ കൽപ്പന നടപ്പിലാക്കി. പയർ വാങ്ങിയ ആടുകളെ തൃപ്തിയാവോളം കഴിപ്പിച്ചിട്ട് ആട്ടിൻപറ്റത്തിലേക്ക് മടക്കി വിട്ടു. അതായത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ പണവും പോയി, ആടും പോയി. തൻ്റെ പ്രിയഭക്തന്മാർ ഈ കച്ചവടത്തിൽ അതൃപ്തരാണെന്നറിഞ്ഞ് ബാബ അത്ഭുതകരമായൊരു രഹസ്യം വെളിപ്പെടുത്തി. ശ്യാമ, ഈ ആടുകൾ പൂർവ്വജന്മത്തിൽ മനുഷ്യരായിരുന്നു. മാത്രമല്ല സുഹൃതികളായ സഹോദരന്മാരുമായിരുന്നു. മാതൃകാ സഹോദരന്മാർ. അവർ പരസ്പരം കളങ്കമില്ലാതെ സ്നേഹിച്ചു. ഒരുമിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും കളിക്കുകയും ചെയ്തു. പക്ഷെ കാലക്രമത്തിൽ ഇവർക്ക് ധനാശ വർദ്ധിച്ചു. അത് അപകടത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. ധനാശ മൂത്തപ്പോൾ സ്നേഹബന്ധം ദുർബലമായി. അവർ തമ്മിൽ പകയും വളർന്നു. മൂത്തയാൾ മഹാമടിയൻ, രണ്ടാമൻ കഠിനാധ്വാനി.
ഇക്കാരണത്താൽ ഇളയ സഹോദരൻ്റെ സമ്പാദ്യം വളരെയേറെ വർദ്ധിച്ചു. അതോടെ മൂത്ത സഹോദരനിൽ അസൂയയും വളർന്നു. അസൂയ അവനിലെ സഹോദര സ്നേഹം എരിച്ചു കളഞ്ഞു. ഏതു വിധേനയും അനിയൻ നശിച്ചു കാണാൻ വലിയ ആഗ്രഹമായി. അയാൾ അതിനുള്ള കരുക്കളും നീക്കി. ഒടുവിൽ ഒരിക്കൽ വഴക്ക് മൂത്തപ്പോൾ ഒരു സഹോദരൻ മറ്റവൻ്റെ ശിരസിൽ വലിയൊരു ദണ്ഡ് ഉപയോഗിച്ച് പ്രഹരിച്ചു. അത് മാരകമായി. അതിനിടയിൽ അടിയേറ്റവൻ മറ്റവനെ മഴുകൊണ്ട് ആക്രമിച്ചിരുന്നു. ഇരുവരും ശക്തിയായ ആക്രമണത്തിൽ തളർന്നു വീണു. ചോര വാർന്നു. എന്തിന് താമസിയാതെ രണ്ടുപേരും ചോരയിൽ മുങ്ങി കുളിച്ചു മരിച്ചു. പിന്നീട് അവർ ജനിച്ചതിങ്ങനെ. ആടുകളായി അവരെ കണ്ടപ്പോൾ എനിക്കിതെല്ലാം ഓർമ്മ വന്നു. കർമ്മഫലം അനുഭവിക്കാനായി അവർ ആടിൻ്റെ രൂപവും സ്വീകരിച്ചെത്തിയിരിക്കുകയാണ്. അതിനാൽ അവരെ രക്ഷിക്കണമെന്ന ആഗ്രഹത്താൽ ഞാൻ പണം കൊടുത്തു വാങ്ങിയതാണ്. പക്ഷേ നിങ്ങളുടെ രൂപത്തിൽ അവരുടെ യോഗം തടസ്സപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതിനെ തിരിച്ചു നൽകാൻ അനുവദിച്ചു. ഇതുപോലെ തന്നെ സായിദേവൻ അരുളിയ മറ്റൊരു വിസ്മയകരമായ സംഭവം അടുത്ത അധ്യായത്തിൽ പറയാം. പ്രിയ സജ്ജനങ്ങളെ, സായി സ്മരണയോടെ നിങ്ങളെ ഏവരെയും ഞാൻ നമസ്കരിക്കുന്നു. 46-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ